നിലമ്പൂർ ബൈ ഇലക്ഷന്റെ നോമിനേഷന്റെ അവസാന ദിവസമാണ് ഇന്ന്. ഏറെക്കുറെ എല്ലാ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളിൽ ലീഗിന് കടുത്ത അസംതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. ഈ അസംതൃപ്തിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ന് വളരെ കൃത്യമായി മുസ്ലിം ലീഗ് അതിൻ്റെ നിലപാട് തുറന്നു പറഞ്ഞൊരു ദിവസമാണ്. കാരണം ഇത്രയും ദിവസം അവർ UDFനകത്താണ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്ന് വള്ളിക്കുന്ന് MLA ആയിട്ടുള്ള ഹമീദ് മാസ്റ്റർ, നമുക്കറിയാം, ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ് അവിടെ വെച്ചിട്ട് തന്നെ, അതായത് നിലമ്പൂർ വെച്ച് തന്നെ. ഹമീദ് മാസ്റ്ററുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് നിലമ്പൂരിൽ മുസ്ലിം ലീഗിൻ്റെ ചാർജ് ഉള്ളത്. ആ ഹമീദ് മാസ്റ്റർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഈ PV അൻവറിൻ്റെ വിഷയം ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു, അത് അമിക്കബിളി സെറ്റിൽ ചെയ്യേണ്ടതാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഇന്നലെ കഴിഞ്ഞ ദിവസം VD സതീശൻ ഡോറ് അടച്ചിരിക്കുന്നു, ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അടൂർ പ്രകാശ്, കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി. കാരണം ഇനി 5-ാം തീയതി വരെ പിൻവലിക്കാനുള്ള സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അടൂർ പ്രകാശ് വന്നിട്ട് പറഞ്ഞേക്കണത് അല്ല, ആ വാതിൽ അടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അത് പറയുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ എനിക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, അതിനിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്ന് ഹമീദ് മാസ്റ്റർ പറഞ്ഞു വെച്ചേക്കുന്ന ഒരു വാചകവും കൂടിയുണ്ട്. അത് ഈ നിലമ്പൂരിൽ ആര്യാൻ ഷൗക്കത്തിനെ ജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല, ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ കോൺഗ്രസ് ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി മുസ്ലിം ലീഗ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതുമായി നമ്മൾ കൂട്ടിവെച്ചുകൊണ്ട് വേണം ഷിബിലി മറ്റൊരു വാചകങ്ങൾ കൂടി വായിക്കാൻ. അതെന്താണ്? PV അൻവർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം, ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ആരുടെയും കാല് പിടിക്കണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വാചകങ്ങൾ മനസ്സിലാക്കി തരുന്നത് കോൺഗ്രസിനകത്ത് തന്നെ ഇതിലൊരു യുനാനിമസ് ആയിട്ടുള്ള ഐക്യകണ്ഠേനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വന്ന് കെ സുധാകരൻ നമ്മുടെ PV അൻവറെ കണ്ടിരുന്നു. ആ PV അൻവറെ കണ്ട കാര്യം കെ സുധാകരൻ പുറത്തു പറഞ്ഞിരുന്നു. അന്നേരം കെ സുധാകരൻ PV അൻവറെ വിളിക്കുന്നത് ചെന്നൈയിലാണ്, എവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഉദായിലുണ്ടെന്ന് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരണ്ട, അത് വലിയ വാർത്തയാകും, നമുക്ക് മഞ്ചേരിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞു. മഞ്ചേരിയിൽ വെച്ച് കാണുന്നു. അങ്ങനെ മഞ്ചേരിയിൽ വെച്ച് കണ്ടതിന് ശേഷം കാണാൻ വേണ്ടി ഇദ്ദേഹം വരുമ്പോൾ സ്ഥാനാർത്ഥിയൊക്കെ ഓൾറെഡി പ്രഖ്യാപിച്ചല്ലോ, പിന്നെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ പ്രഖ്യാപിക്കില്ല, എന്നോട് ചോദിക്കാതെ പ്രഖ്യാപിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ വരുമ്പോൾ PV അൻവർ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതായത് കെ സുധാകരനെ പോലെ തൊട്ട് മുമ്പ് വരെ PC പ്രസിഡന്റ് ആയിരുന്ന ഒരാളോട് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് വലിയ തോതിലുള്ള അസംതൃപ്തി ഈ പറയുന്ന മുസ്ലിം ലീഗിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇന്ന് കൊടുത്തേക്കുന്ന ഒരു നരേഷൻ വളരെ കൃത്യമായ ഒരൊറ്റ വാചകത്തിൽ പറയാം, ഇനിയും ഇതുപോലെ ആണ് നടക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, അടുത്ത തവണയും പ്രതിപക്ഷത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ MK മുനീറിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മുനീർ അത് തള്ളുന്നില്ല. പക്ഷെ മുനീർ അത് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, തള്ളുന്നില്ല. ഇതും ഒരു വ്യക്തമാക്കലല്ലേ? അല്ല, ഇതിന് ശേഷം പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താക്കൾ പലരും വന്നിട്ട് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്, ഇപ്പം ഷിബിലിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഹമീദ് മാസ്റ്റർ പോലുള്ള ആൾ, മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാൾ, ഒരു കാരണവശാലും മുസ്ലിം ലീഗിൻ്റെ ആലോചിക്കാതെ ഒരു വാക്ക് പോലും അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇന്ന് അത്തരത്തിലുള്ളൊരു ബൈറ്റ് മാതൃഭൂമി ന്യൂസിന് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഷിബിലി പറഞ്ഞൊരു കാര്യം കൂടിയാണ്, അതായത് ഹമീദ് മാസ്റ്ററേക്കാളൊക്കെ വലിയ ഉയർന്ന നേതാവായിട്ടുള്ള MK മുനീർ, അദ്ദേഹവും ഇതിന് മറുപടി പറയുന്നില്ല. അതായത് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിൾ അല്ലേ മറുപടി പറയാൻ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 2 തവണകളായി പ്രതിപക്ഷത്താണ് ലീഗ് ഉൾപ്പെടെയുള്ള UDF സഖ്യം. അപ്പോൾ ലീഗിന് എന്തുകൊണ്ട് തന്നെ ആയാലും അടുത്ത തവണ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ലീഗിന് അസംതൃപ്തി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെ എന്ന് പറയുന്നത്, മുസ്ലിം ലീഗും BJPയും കൂടി വേണമെങ്കിൽ സഖ്യകക്ഷിയാവുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അത്തരത്തിലൊരു തമ്പാണ് അതിന് ഏറ്റവും ആദ്യം ഇട്ടേക്കുന്നത്. പക്ഷേ അതിൽ പറഞ്ഞേക്കുന്നത് 2021 വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ അധികാരത്തിൽ വരികയും ഒരു 3ാം തവണ കൂടി അധികാരത്തിൽ വന്നാൽ
അത് എത്രത്തോളം വലിയ തോതിൽ ഭീതിതമായിരിക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഒരു ഐഡിയോളജി നയിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. യഥാർത്ഥത്തിൽ അതിലുള്ള മഹാഭൂരിപക്ഷം പേരും കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കും ഈ പാർട്ടിക്കൊക്കെ തന്നെ നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ട് ആ അസംതൃപ്തി ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ലീഗ് കുറച്ചുകൂടി മാന്യമായി ഇടപെടുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തുറന്നു പറയണം എന്നൊന്നുമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ വലിയ തോതിലുള്ള ഒരിടപെടൽ ഇതിനകത്ത് നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിപ്പോൾ യഥാർത്ഥത്തിൽ അതിനു മുമ്പ് സംഭവിക്കാനുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പം അവിടെ വലിയ ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ യഥാർത്ഥത്തിൽ ആര്യ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാരണം വി ഡി സതീശനെ സംബന്ധിച്ചോളം ഇപ്പോൾ എന്തൊക്കെ തന്നെ ആളുകൾ പറഞ്ഞാലും ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ എ കെ ആന്റണിയോ കെ കരുണാകരനോ ഒക്കെ ലെവലിലുള്ള ഒരു നേതാവ് ഇന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തില്ല. അപ്പോൾ ആ ലെവലിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു നേതാവായിരിക്കും വി ഡി സതീശൻ. വി ഡി സതീശന് 263 വരുന്ന ബൂത്തുകളിലും പ്രവർത്തനവും ഒക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. അത്ര വലിയ കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, എടുത്തേക്കുന്നത് വലിയൊരു റിസ്ക്കാണ്. കാരണം പി വി അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അപ്പുറത്ത് വരുമ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന അജണ്ടകൾ എന്ന് തന്നെ കൃത്യമായി പറഞ്ഞാൽ അതെല്ലാം തന്നെ യു ഡി എഫിനെതിരാണ്. ഈ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ആരുടെ അജണ്ടയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ 2024 മോദി എന്തുകൊണ്ട് പരാജയപ്പെട്ടു അല്ലെങ്കിൽ 63 സീറ്റുകൾ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം അയോധ്യ ജനങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല, അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് ജനങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 ജനങ്ങൾ ചർച്ചയ്ക്ക് എടുത്തില്ല. പകരം ജനങ്ങൾ ചർച്ചയ്ക്കെടുത്തത് മുഴുവൻ ഈ പറയുന്ന അവൻ്റെ ഒരു ദൈനംദിന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ ചർച്ചയ്ക്കെടുക്കുകയും BJP മുന്നോട്ട് വെച്ച അയോധ്യ എന്ന് പറയുന്ന അജണ്ട പൊളിഞ്ഞ് പാളീസാവുകയും യഥാർത്ഥത്തിൽ ധ്രുവറാത്തിയൊക്കെ വെച്ചിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടും അഴിമതിയൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും ഇന്ത്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നീങ്ങുകയാണെന്നും ഇന്ത്യയിൽ 400 സീറ്റിലധികം വന്നിട്ടുണ്ടെങ്കിൽ ഭരണഘടന തന്നെ തിരുത്തപ്പെടുമെന്നൊക്കെയുള്ള വലിയ വാചകങ്ങൾക്ക് ജനങ്ങൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ് ഞാൻ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ 6-7 ദിവസങ്ങളായി ഭരണവിരുദ്ധ വികാരത്തിന്റെ ചർച്ചകൾ നടക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശനെ അതിജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എമർജ് ചെയ്ത് വരാം. അതല്ല വളരെ ഒരു നാരോ മാർജിനിലോ അല്ലെങ്കിൽ തോറ്റുപോവുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആവുക വി ഡി സതീശനായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇളക്കം തട്ടിയേക്കാം. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വലിയ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വിജയമുണ്ടായാൽ പിന്നെ മുസ്ലിം ലീഗിനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വലിയ തോതിലുള്ള വിജയമുണ്ടായാൽ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ പോകുന്നത്. അതിൽ വലിയ അഴിച്ചുപണികളും നടന്നേക്കാം. ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസ് അനുസരിച്ച് ശരിക്കും ലീഗിന് പ്രശ്നം കോൺഗ്രസിനോടാണോ അതോ വി ഡി സതീശന്റെ നിലപാടുകളോടാണോ സാർ മനസ്സിലാക്കുന്നത്? അല്ല, ഇതിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ത്രയം എന്ന് പറയുന്ന ലെവലിലുള്ളൊരു കെമിസ്ട്രി അവർക്കിടയിൽ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് ഒന്ന്. പിന്നെ വി ഡി സതീശനെ സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അസംഷൻ. അത് ഈ പി വി അൻവർ അകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് മുഴുവൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വി ഡി സതീശനൊപ്പം നിൽക്കാത്ത ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പി വി അൻവർ അകത്തേക്ക് അവരുടെ എല്ലാ പിന്തുണയോടുകൂടി വരുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഒരു നിയമസഭാ കക്ഷി നേതാവിനെയോ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഒരു ഘടകകക്ഷിയാകുന്ന പി വി അൻവറിൻ്റെ വാക്കുകൾക്ക് പോലും ഒരു സേ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സേ ഉള്ള ഒരാളെ കൂടി ഇങ്ങോട്ട് എടുക്കണോ അതോ അങ്ങനെ എടുക്കാതിരുന്നിട്ടുള്ള റിസ്ക് മുഴുവൻ സ്വയം ഏറ്റെടുക്കണോ എന്നുള്ളത് രാഷ്ട്രീയത്തിലൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു വാക്ക് എടുത്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. ഇപ്പം അദ്ദേഹം പുറത്തു വന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് ആലോചിച്ചാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴും ഈ വാർത്താ സമ്മേളനമൊക്കെ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സേ അതിനകത്തുണ്ട്. പക്ഷേ ആ സേയും അതിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് അതിൽ വിജയിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഹി വിൽ എമർജ് ആസ് എ ഗ്രേറ്റ് ലീഡർ എന്നുള്ള ലെവലിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ലീഗിന്റെ ഈ അസംതൃപ്തി വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ അല്ലെങ്കിൽ ലീഗ് ഈ മുന്നണി വിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുമോ? ഷിബിലി, ഇത് ലീഗ് മുന്നണി വിടുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഈ റിസൾട്ടിൽ ഇതിനെല്ലാം അതിജീവിച്ച് ഒരു 25,000 വോട്ടിന് അവിടെ UDF ജയിക്കുന്നു എന്ന് വിചാരിക്കുക.
പിന്നെ അസംതൃപ്തികളെല്ലാം ഇല്ലാതാകും. കാരണം വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് വലിയ തോതിലുള്ള ഒരു അപ്രമാദിത്വം കിട്ടുകയും ചെയ്യും. പക്ഷെ അങ്ങനെ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് അവർ മറ്റൊരു റിസൾട്ട് ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വി ഡി സതീശന് ഈ അവസ്ഥയിൽ കിട്ടിയിട്ടുള്ള ഒരു ഗുണവും കൂടി ഉണ്ട്. അതെന്താണ്? അത് തീർച്ചയായിട്ടും ഒരു പി വി അൻവർ മറ്റൊരു UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു, അങ്ങനെ തീരുമാനിക്കരുത് എന്ന് പറഞ്ഞൊരു ആത്മാഭിമാനം ഉണർത്താൻ കഴിയുന്ന ഒരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ അനുകൂലമാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസോ അതിന്റെ സ്ഥാനാർത്ഥിയോ ഒക്കെ തകർന്നടിഞ്ഞാൽ, ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കുമെന്നല്ല, അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് UDF വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാക്കും. കാരണം ഏത് ഘടകകക്ഷിക്കാണ് പിന്നെ അത് എന്ത് ചെയ്യാൻ കഴിയുക? അതിനോട് വളരെ ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുക. കാരണം ഇതൊരു സെമി ഫൈനലാണ്, 2026 തെരഞ്ഞെടുപ്പ്. പിന്നെ ആ തൊട്ടപ്പുറത്തെ LDF അവസ്ഥ എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് ജയിക്കുകയോ അല്ലെങ്കിൽ ജയത്തിന്റെ തൊട്ടടുത്തെത്തുകയോ ചെയ്താൽ കേരളത്തിൽ അത്ര വലിയ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കൃത്യമായി പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളോട് പറയാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ തവണ 2700 വോട്ടിനെ PV അൻവർ ജയിച്ചുള്ളൂ, ശരിയാണ്. പക്ഷെ അത് അടിസ്ഥാനപരമായി നമുക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. കാരണം 2011 മുതൽ അല്ലെങ്കിൽ നിരവധി തവണകളിൽ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ കോൺഗ്രസ് എന്നുള്ള വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ CPM LDF ഒക്കെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ എന്താണ്? കേരളത്തിന്റെ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത വിധം 21-22% വോട്ടാണ് LDF കിട്ടിയിട്ടുള്ളത്. ബാക്കി 60-68% വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞവിടെ കിട്ടിയതാണ്. 2019 2024 അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം 56,000-നും 61,000-നും അടക്കാണ്, നിലമ്പൂരിൽ നിന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങളൊരു ചെറിയ വിജയം ഉണ്ടായാൽ പോലും യഥാർത്ഥത്തിൽ അത് വലിയ തോതിൽ ഈ പറയുന്ന അസംതൃപ്തരുടെ എണ്ണം കൂടുകയും അത് വലിയ തോതിൽ കലാപം UDF ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ഇനിയും UDF പോലൊരാൾ തീർച്ചയായിട്ടും UDF മാത്രമല്ല കോൺഗ്രസിനകത്ത് വലിയ കലാപം ഉണ്ടാകും. എന്താ കാര്യം? കാരണം കോൺഗ്രസിനൊക്കെ തന്നെ ഇനി ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസിന്, മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മറ്റ് ചെറിയ പാർട്ടികൾക്കൊന്നും ഇനിയും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഒരു 5 കൊല്ലം കൂടി ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം തൊട്ടപ്പുറത്തെ സൈഡിൽ BJP എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ഇനി മുസ്ലിം ലീഗല്ല, കോൺഗ്രസിനകത്ത് പോലും വലിയ തോതിൽ കലാപം ഉണ്ടാവും. 2026 ഒരു 3ാം തുടർഭരണം എന്നുള്ളത് കൃത്യമായ ഒരു മെസ്സേജ് CPM കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് വരാനിരിക്കുന്നത് അങ്ങേയറ്റം ഈ പറഞ്ഞ പോലെ ഒരു ഉത്കണ്ഠ കലർന്ന ദിവസങ്ങളാണ് UDF സംബന്ധിച്ച് വരാനിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് 23-ാം തീയതി അറിയുന്ന അന്ന് വൈകുന്നേരം മുതൽ തീർച്ചയായിട്ടും ആ റിസൾട്ടിന് അനുസരിച്ചുള്ള അനുരണനങ്ങൾ UDF അതിന്റെ ഘടകകക്ഷികളിൽ നിന്നുണ്ടാകും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്.